ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടി പരിയാരം സ്വദേശിയായ 54-കാരൻ വർഗീസിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. പ്രതിയായ മകൻ പോളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരിക്കടിമയായ മകൻ പിതാവിനെ തലക്കടിച്ച് കൊന്നതാണെന്ന് പോലീസ്. തൃശൂർ കുറ്റുമുക്കുപാടത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കാറിടിച്ച് മരിച്ചയാളുടെ മൃതദേഹം പാടത്ത് തള്ളിയതാണെന്ന് പോലീസ്. കാറുടമയായ തൃശൂരിലെ സ്വർണ്ണ വ്യാപാരി വിശാൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ ചൂടിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശനിയാഴ്ച വരെ തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി വരെ ഉയർന്നേക്കും. വിവിധ ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഗൃഹനാഥൻ മരണപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ അറസ്റ്റിൽ. പരിയാരം പോട്ടക്കാരൻ വീട്ടിൽ പോളാണ് അറസ്റ്റിലായത്. സംഭവ ദിവസം വീട്ടിൽ മൂത്ത മകൻ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് അന്വേഷണത്തിൽ മനസ്സിലായി. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. പരിയാരം വർഗീസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മൂത്ത മകനായ പോൾ അറസ്റ്റിലായത്. തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ് ഇക്കഴിഞ്ഞ 20-നാണ് വർഗീസിനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് ആലുവായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വീടിനകത്ത് കാലുവഴുതി വീണ് തലയ്ക്ക് പരിക്കേറ്റെന്നാണ് ആശുപത്രിയിൽ നൽകിയ വിവരം. തിങ്കളാഴ്ച ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയും ചെയ്തു. മരണത്തിൽ അസ്വാഭാവികതയുള്ളതായി പരാതി ഉയർന്നതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പരാതിയെ തുടർന്ന് ഫോറൻസിക് വിഭാഗം, വിരലടയാള വിദഗ്ധർ എന്നിവർ വീട്ടിലെത്തി പരിശോധന നടത്തി. സംഭവ ദിവസം വീട്ടിൽ മൂത്ത മകൻ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് അന്വേഷണത്തിൽ മനസ്സിലായി. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. തുടർന്നായിരുന്നു അറസ്റ്റ്. മീഡിയ ടൈം, ചാലക്കുടി. തൃശൂർ കുറ്റുമുക്കുപാടത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കാറിടിച്ച് മരിച്ചയാളുടെ മൃതദേഹം പാടത്ത് തള്ളിയതാണെന്ന് പോലീസ് കണ്ടെത്തി. പാലക്കാട് സ്വദേശി രവിയുടെ മൃതദേഹമാണ് കഴിഞ്ഞ ഞായറാഴ്ച പാടത്ത് കിടക്കുന്നതായി കണ്ടത്. സംഭവത്തിൽ കാറുടമയായ തൃശൂരിലെ സ്വർണ്ണ വ്യാപാരി വിശാൽ അറസ്റ്റിലായിട്ടുണ്ട്. സ്വർണ്ണ വ്യാപാരിയുടെ വീടിന് മുന്നിൽ മദ്യലഹരിയിൽ കിടക്കുകയായിരുന്നു രവി. കാർ വീട്ടിലേക്കെടുത്തപ്പോൾ രവിയുടെ ശരീരത്ത് കയറി അപകടമുണ്ടാവുകയായിരുന്നു. മൃതദേഹം ഒളിപ്പിക്കാൻ വേണ്ടി പാടത്ത് തള്ളുകയായിരുന്നു. വിശാലിനെതിരെ തെളിവ് നശിപ്പിച്ചതിനും മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കുമാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നടക്കാനിറങ്ങിയ ആളുകളാണ് കുറ്റുമുക്ക് പാടത്ത് മൃതദേഹം കിടക്കുന്നതായി കണ്ടതും പോലീസിൽ വിവരമറിയിച്ചതും. മൃതദേഹത്തിന്റെ ഇടുപ്പിന് സമീപം മാംസം അടർന്നു പോയതായി കാണപ്പെട്ടിരുന്നു. കുത്തേറ്റു മരിച്ചു എന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരം. സംഭവത്തിൽ പോലീസ് നടത്തിയ വിശദ പരിശോധനയ്ക്കൊടുവിലാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മീഡിയ ടൈം, തൃശൂർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ ചൂടിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശനിയാഴ്ച വരെ തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി വരെ ഉയർന്നേക്കും. സാധാരണയേക്കാൾ 4 ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. സാധാരണയേക്കാൾ 4 ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകൾ ഒഴികെ 2024 മാർച്ച് 26 മുതൽ 30 വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ചൊവ്വാഴ്ച കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ആലപ്പുഴ, എറണാകുളം ജില്ലകളിലും, വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലും, ശനിയാഴ്ച തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലുമാണ് നേരിയ മഴയ്ക്ക് സാധ്യത. മീഡിയ ടൈം, കൊച്ചി. ഇന്നസെന്റിന്റെ ഓർമ്മകളിൽ നാട്. ചാലക്കുടിയിലെ സ്ഥാനാർത്ഥികളായ സി രവീന്ദ്രനാഥും ബെന്നി ബെഹന്നാനും ഉൾപ്പെടെ സ്മരണാഞ്ജലി അർപ്പിക്കാൻ കല്ലറയിലെത്തിയത് നിരവധി പൗരപ്രമുഖരാണ്.
മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടനും കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി. പ്രശസ്ത സിനിമാ താരവും മുൻ MP-യുമായ ഇന്നസെന്റ് ഓർമ്മയായിട്ട് മാർച്ച് 26-ന് 1 വർഷം തികഞ്ഞു. ചാലക്കുടി LDF സ്ഥാനാർത്ഥി C. രവീന്ദ്രനാഥ് ഇന്നസെന്റിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം രാവിലെ കല്ലറയിൽ എത്തി പുഷ്പാർച്ചന നടത്തി. ഇന്നസെന്റ് ഒരു കലാകാരൻ മാത്രമല്ല, സമൂഹത്തെ സ്നേഹിക്കുന്ന നല്ലൊരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായിരുന്നെന്നും യുഗങ്ങളോളം ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടാകുമെന്നും C. രവീന്ദ്രനാഥ് പറഞ്ഞു. ചാലക്കുടി MP-യും UDF സ്ഥാനാർത്ഥിയുമായ ബെന്നി ബെഹനാനും കല്ലറയിൽ എത്തി സ്മരണ പുതുക്കി. ഇന്നസെന്റ് ചാലക്കുടി മണ്ഡലത്തിലെ തന്റെ മുൻഗാമിയായിരുന്നുവെന്നും അതിലുപരി നല്ല നടൻ കൂടിയായിരുന്നുവെന്നും അദ്ദേഹം അനുസ്മരിച്ചു. മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടനും കല്ലറയിൽ എത്തി പുഷ്പാർച്ചന നടത്തി. നിരവധി കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ ഇന്നസെന്റ് കലാരംഗത്ത് മാത്രമല്ല, മറ്റ് ഒട്ടനവധി മേഖലകളിലും ശോഭിച്ചിരുന്നതായും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്നും ഉണ്ണിയാടൻ പറഞ്ഞു. മന്ത്രി R. ബിന്ദു ഇന്നസെന്റിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. വിശ്വാസികൾക്ക് മുന്നറിയിപ്പുമായി ഇരിങ്ങാലക്കുട രൂപത. ക്രൈസ്തവരുടെ ജീവനും ജീവിതത്തിനും അവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് സമ്മതിദാനം വിനിയോഗിക്കണമെന്ന് രൂപത. സഭയ്ക്ക് രാഷ്ട്രീയം ഇല്ല, എന്നാൽ കതിരും പതിരും തിരിച്ചറിയാൻ കഴിയുന്ന പ്രബുദ്ധരാണ് ക്രൈസ്തവരെന്ന് രൂപത മുഖപത്രം കേരള സഭ ഏപ്രിൽ ലക്കത്തിൽ വ്യക്തമാക്കുന്നു. പണവും പ്രലോഭനങ്ങളും നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നുവെന്ന് പറയുന്ന മുഖപ്രസംഗം, ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ കോടികൾ വാഗ്ദാനം ചെയ്ത് ജനപ്രതിനിധികളെ വിലയ്ക്ക് വാങ്ങി സർക്കാരുകളെ സൃഷ്ടിക്കപ്പെടുന്നത് ആവർത്തിക്കപ്പെടുന്ന അപഹാസ്യമായ നാടകങ്ങളാണെന്നും കുറ്റപ്പെടുത്തുന്നു. ഈയിടെ പാർട്ടി മാറിയവരെയും മുഖപ്രസംഗം വിമർശിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അധികാരത്തിന്റെ പച്ചപ്പ് തേടുന്നവരാണ് പാർട്ടി മാറുന്നവരെന്നാണ് വിമർശനം. കോടതികളിൽ CBI, ED തുടങ്ങിയ ജനാധിപത്യ സ്ഥാപനങ്ങളെ സ്വാധീനിക്കാനും പിടിച്ചെടുക്കാനും വിമത ശബ്ദങ്ങളെ അടിച്ചമർത്താനുള്ള അപകടകരമായ നീക്കങ്ങളും തലനീട്ടുന്നു എന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമായി തുടരുമോ എന്നും അതോ ജനാധിപത്യ മതമൗലിക രാഷ്ട്രീയമായി മാറണമോ എന്നതും ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുമെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. ഇന്ത്യയിലെ പൗരന്മാർ എന്ന നിലയിൽ തല ഉയർത്തി നടക്കുവാനും ആഭിജാത്യ ബോധ്യത്തോടെ ജീവിക്കുവാനും കഴിയുന്നതാകട്ടെ ചൂണ്ടുവിരലിൽ മഷി പുരളുമ്പോൾ ചിന്ത എന്ന ആഹ്വാനത്തോടെയാണ് മുഖലേഖനം അവസാനിപ്പിക്കുന്നത്. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. കൊരട്ടിമുത്തിയുടെ പ്രദക്ഷിണ വഴി നവീകരിച്ചു. കൊരട്ടിപ്പള്ളിയുടെ പടിഞ്ഞാറേ നട മുതൽ കട്ടപ്പുറം വഴിയിലുള്ള കപ്പേള വരെയുള്ള റോഡാണ് 8 മീറ്റർ വീതിയിൽ BMBC ടാറിംഗ് നടത്തിയത്. നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്താൻ MLA സനീഷ് കുമാർ ജോസഫ് സ്ഥലത്തെത്തി. 1 മീറ്റർ വീതിയിൽ 2 വശവും കോൺക്രീറ്റ് കട്ട വിരിച്ചാണ് നവീകരിക്കുന്നത്. 1 കോടിയോളം രൂപ ചിലവിലാണ് റോഡ് നവീകരണം പൂർത്തിയാക്കുന്നതെന്ന് MLA സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. നവീകരണത്തിന് മുന്നോടിയായി റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും 10ഓളം വൈദ്യുത പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള വഴികൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് MLA റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചത്. ഇത്തരത്തിൽ നവീകരണം നടക്കുന്ന 2ാമത്തെ റോഡാണിത്. ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ആറാട്ട് എഴുന്നള്ളിപ്പ് വരുന്ന ചാലക്കുടി നഗരസഭയിലെ ആറാട്ട് കടവ് റോഡ് 45 ലക്ഷം രൂപ ചിലവിൽ നവീകരിച്ചിരുന്നു. നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്താൻ MLA സനീഷ് കുമാർ ജോസഫ് സ്ഥലത്തെത്തി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മനേഷ് സെബാസ്റ്റ്യൻ, ഫിൻസോ തങ്കച്ചൻ, പഞ്ചായത്ത് അംഗം ചാക്കപ്പൻ പോൾ വെളിയത്തും തുടങ്ങിയവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. തൃശൂർ നടത്തറയിൽ ലോറിക്ക് പിന്നിൽ മിനി ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഗുരുതര പരിക്കേറ്റ് ക്ലീനർ ജാർഖണ്ഡ് സ്വദേശി 22 വയസ്സുള്ള ജാജിബാൻ ഊഹിയാനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് അപകടം. നാമക്കലിൽ നിന്നും മുട്ടയുമായി വന്നിരുന്ന മിനി ലോറി റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കണ്ടെയ്നർ ലോറിയുടെ പിറകിൽ ഇടിക്കുകയായിരുന്നു. തൃശൂർ അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി ഏറെ പണിപ്പെട്ടാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത്. അപകടത്തിൽ ഡ്രൈവർക്കും പരിക്കേറ്റു. വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു. മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ മാളപ്പള്ളിപ്പുറം മേലെടത്ത് വീട്ടിൽ സിനോജിനെയാണ് ജില്ലാ കലക്ടറുടെ ഉത്തരവ് പ്രകാരം കാപ്പ ചുമത്തി ജയിലിൽ അടച്ചത്. ദേശീയപാതയിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് അപകടം.
യുവാവിന് പരിക്കേറ്റു. മുരിങ്ങൂർ മേൽപ്പാലത്തിന് സമീപത്ത് വെച്ചാണ് അപകടം. പരിയാരം സ്വദേശി അപ്പോളോ ആശുപത്രിയിൽ പോയി തിരിച്ചു വരുന്നതിനിടയിലാണ് അപകടം നടന്നത്. സ്കൂട്ടർ കാറിന്റെ പുറകിലിടിച്ച യുവാവ് തെറിച്ചു വീഴുകയായിരുന്നു. ഉടൻ തന്നെ യുവാവിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനപ്രേമികളുടെ പ്രിയപ്പെട്ട കൊമ്പൻ മംഗലാംകുന്ന് അയ്യപ്പൻ ചെരിഞ്ഞു. അസുഖങ്ങളെ തുടർന്ന് ഏതാനും മാസങ്ങളായി ചികിത്സയിലായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആരാധകരുള്ള ആനയാണ് മംഗലാംകുന്ന് അയ്യപ്പൻ. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള നിരവധി പൂരങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്നു. UDF പുത്തൻചിറ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ശേഷം കാര്യങ്ങൾ ഹ്രസ്വമാണെങ്കിലും ആധികാരികമായി ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും എന്തു പറഞ്ഞു എന്ന് നിങ്ങളുടെ മുമ്പിൽ അക്കമത്ത് അടിവരയിട്ട് പറഞ്ഞ് ശ്രീ വെല്ലിച്ചേട്ടൻ നമ്മുടെ നിന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കടന്നു. കേരള രാഷ്ട്രീയം നമ്മളിന്ന് കാതോർത്തിരിക്കുക. ഇന്ന് കേരളത്തിൽ ലോകത്തിലെ ഏറ്റവും സമ്പത്ത് രംഗത്ത്, സാമ്പത്തിക രംഗത്ത് മോശമായ ഒരു രാജ്യമെന്ന് പറയുന്നത് ശ്രീലങ്ക. ആ ശ്രീലങ്കയുടെ കടത്തേക്കാൾ കൂടുതൽ കടം ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായ ഈ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ എത്രമാത്രം കഷ്ടവും ബുദ്ധിമുട്ടും ഈ നാട് അനുഭവിക്കുന്നു ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തിൽ. KN സജീവൻ അധ്യക്ഷത വഹിച്ചു. IUAL സംസ്ഥാന കമ്മിറ്റി അംഗം KM ഷാനിർ, TM നാസർ, ES സാബു, VA നാദിർ, PI നിസാർ, ശോഭ സുബിൻ, ജോപി മങ്കിടയാൻ, ആന്റണി പയ്യപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നസെന്റ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ട് ഉള്ളൊരു വ്യക്തിത്വം, അതോടൊപ്പം തന്നെ കൊച്ചുനാളിലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ അംഗമായിരിക്കുവാനും പ്രവർത്തിക്കാനും സാധിച്ചു എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്നും നിഷ്കളങ്കമായിട്ട് എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടത് എന്നും ആ പാഠവും കൂടി പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു കൊണ്ട് തന്നെയാണ് കഥാപാത്രങ്ങൾക്ക്, നാട്ടുമ്പുറങ്ങളിലെ കഥാപാത്രങ്ങൾക്കൊക്കെ തന്നെ രൂപം കൊടുക്കുവാനും തന്മയത്വത്തോടു കൂടി തന്നെ ഹാസ്യാത്മകമായിട്ട് കഥാപാത്രങ്ങളെ ചിന്തിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് അത് നാട്ടുമ്പുറത്തിൻ്റെ നമ്മുടേതായിട്ടുള്ള ആ ചിന്തകളെയും ആശയങ്ങളെയും കഥാപാത്രങ്ങളെയും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. KV വസന്തകുമാർ അധ്യക്ഷത വഹിച്ചു. PK ഡേവിസ്, M രാജേഷ്, TK സന്തോഷ്, ഡേവിഡ് കണ്ണമ്പിള്ളി, ജോർജ് നെല്ലിശ്ശേരി, ബിനിൽ പ്രതാപൻ, TP അരുൺ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ക്ഷേത്രപ്പുറമ്പോക്ക് ലേലം ജില്ലാ കളക്ടർ റദ്ദാക്കി. ഇക്കഴിഞ്ഞ 14-ാം തീയതി റവന്യൂ വകുപ്പ് പുനർലേലം നടത്തിയ ലേലമാണ് ജില്ലാ കളക്ടർ റദ്ദാക്കിയത്. കൊടുങ്ങല്ലൂർ സ്വദേശി പരപ്പിൽ സത്യൻ സമർപ്പിച്ച 5.5 ലക്ഷം രൂപയുടെ ടെൻഡറാണ് അംഗീകരിച്ചിരുന്നത്. എന്നാൽ കുറഞ്ഞ നിരക്കിലുള്ള ലേലത്തിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിക്കുകയായിരുന്നു. നേരത്തെ നടന്ന ആദ്യ ലേലത്തിൽ 33,33,333 രൂപയുടെ ടെൻഡർ അംഗീകരിച്ചുവെങ്കിലും ടെൻഡർ സമർപ്പിച്ചയാൾ പണമടയ്ക്കാതെ വന്നതിനെ തുടർന്ന് ലേലം സ്ഥിരപ്പെടുത്തിയിരുന്നില്ല. ഇതേ തുടർന്നാണ് പുനർലേലം നടത്തിയത്. ലേലം അസ്ഥിരപ്പെടുത്തിയ സാഹചര്യത്തിൽ 3ാമത്തെ ലേലം ശനിയാഴ്ച നടക്കും. എറണാകുളം LDF സ്ഥാനാർത്ഥി KJ ഷൈനിന്റെ വിജയത്തിനായി പറവൂർ നഗരത്തിൽ ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി. ചേന്ദമംഗലം കവലയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ വനിതകളുടെ ചെണ്ടമേളവും കാവടിയും ഏറെ ആകർഷകമായി. സ്ഥാനാർത്ഥിയുടെ പ്ലക്കാർഡുമായി 100 കണക്കിന് വനിതകളും റോഡ് ഷോയിൽ അണിചേർന്നു. സ്ഥാനാർത്ഥി KJ ഷൈൻ തുറന്ന ജീപ്പിൽ നാട്ടുകാരെ അഭിവാദ്യം ചെയ്ത് നീങ്ങി. മഹിളാ നേതാക്കളായ കമല സദാനന്ദൻ, PS ഷൈല, S ശ്രീകുമാരി, MR റീന, മീന സുരേഷ്, MA രശ്മി, ലതിക P രാജു, രമ ശിവശങ്കരൻ എന്നിവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചാലക്കുടി മേഖല വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ തണ്ണീർക്കുമ്പിൾ വിതരണം ചെയ്തു. ചാലക്കുടി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു.
മേഖലാ പ്രസിഡന്റ് ഷാജു ലെൻ സൽമാൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർ നിത പോൾ, മേഖലാ സെക്രട്ടറി ജോണി മേലേടത്ത്, ഷൈബു നടുവേലിൽ, സംസ്ഥാന ഇൻഷുറൻസ് ചെയർമാൻ സജീവ് വസദിനി, സംസ്ഥാന ഫോട്ടോ ക്ലബ് ചെയർമാൻ CG ടൈറ്റസ്, ജില്ലാ ജീവകാരുണ്യ കോർഡിനേറ്റർ PV ശിവാനന്ദൻ, ചാലക്കുടി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് ഡേവിസ്, ജില്ലാ സെക്രട്ടറി PV ഷിബു എന്നിവർ സംസാരിച്ചു. ഇന്ദു ഷൺമുഖൻ, സിജി ബാബു, സിമി ടോൾജി, ബിനു ശിവരാമൻ, ഭരിത പ്രതാപ് എന്നിവർ നേതൃത്വം നൽകി. മേത്തലപാടം ശ്രീ അയ്യപ്പ ഭജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ 50ാമത് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നാമജപ ഗ്രാമ പ്രദക്ഷിണ ഘോഷയാത്ര നടന്നു. പിറന്നാൾ ആഘോഷത്തിൽ ഭക്തർക്ക് പിറന്നാൾ പായസമായ പാലട പ്രഥമൻ, ശനിദോഷ നിവാരണത്തിനായി നിവേദിച്ച പ്രത്യേക എള്ള് പായസം എന്നിവ വിതരണം ചെയ്തു. ആഘോഷങ്ങൾക്ക് പ്രസിഡന്റ് സുധി, സെക്രട്ടറി അശോകൻ, ജോയിന്റ് സെക്രട്ടറി ബിജോയ് കിഷോർ, വൈസ് പ്രസിഡന്റ് ഷിനീത്, ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഷൺമുഖൻ, കൺവീനർ ലക്ഷ്മണൻ, മാതൃസമിതി ചെയർപേഴ്സൺ റിയ, കൺവീനർ രാധിക എന്നിവർ നേതൃത്വം നൽകി. പുല്ലൂറ്റ് തെക്കുംപുറം ആലുങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ മഞ്ഞക്കുളി മഹോത്സവം ഭക്തി നിർഭരമായി. ആഘോഷങ്ങളുടെ ഭാഗമായി മണ്ണാർത്താഴം പ്രദേശത്തു നിന്നും വഞ്ചിയെടുപ്പ് നടന്നു. വാദ്യതാളമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന വഞ്ചിയെടുപ്പിന് ശേഷം മഞ്ഞക്കുളി, ദീപാരാധന, പ്രസാദ വിതരണം എന്നിവ നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പട്ടേപ്പാടം കുന്നുമൽക്കാട് അൽനൂർ ജുമാ മസ്ജിദിന്റെ കീഴിൽ സൗഹൃദ ഇഫ്താർ സംഗമം നടത്തി. സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട ജാതി മത ഭേദമേന്യ നിരവധി പേർ ഇതിൽ പങ്കെടുത്തു. ഗത്തീബ് തൊൽഹത്ത് മൗലവി റംദാൻ സന്ദേശം നൽകി സംസാരിച്ചു. ജയരാജ്, യൂസഫ് കൊടകരപ്പറമ്പിൽ, ശ്രീരാം പ്രേംജിത്ത്, ഗീത മനോജ്, ജാബിർ, സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടി പരിയാരം സ്വദേശിയായ 54-കാരൻ വർഗീസിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. പ്രതിയായ മകൻ പോളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരിക്കടിമയായ മകൻ പിതാവിനെ തലക്കടിച്ച് കൊന്നതാണെന്ന് പോലീസ്. തൃശൂർ കുറ്റുമുക്കുപാടത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കാറിടിച്ച് മരിച്ചയാളുടെ മൃതദേഹം പാടത്ത് തള്ളിയതാണെന്ന് പോലീസ്. കാറുടമയായ തൃശൂരിലെ സ്വർണ്ണ വ്യാപാരി വിശാൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ ചൂടിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശനിയാഴ്ച വരെ തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി വരെ ഉയർന്നേക്കും. വിവിധ ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.